കേരള ടു കാശ്മീർ ട്രിപ്പിൻ്റെ ഡേ 4 ആണ്. ഡേ 4 യാത്ര ചെയ്യണത് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിലേക്കാണ്. നമ്മൾ താമസിച്ചത് ഹൈദരാബാദ് ചാർമിനാറിനടുത്തായിരുന്നു. അവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നാഗ്പൂരിലേക്ക്. കേരള ടു കാശ്മീരിൻ്റെ 4ാമത്തെ ദിവസം ഹൈദരാബാദിൽ നിന്ന് അതും കഴിച്ച് ഒന്നുകിൽ നാഗ്പൂർ അല്ലെങ്കിൽ നാഗ്പൂരിൽ നിന്ന് കയറി എവിടെയെങ്കിലും സ്റ്റേ ആയിരിക്കണം. നാളെ ജയ്പൂർ. അതാണ് പ്ലാൻ. ചുമല ചൂടൊരു രക്ഷയില്ല. ചൂട് വമ്പൻ ചൂട്, പിടിച്ചാൽ കിട്ടാത്ത ചൂടാണ്. നമ്മുടെ നാട്ടിലെ 2 ചൂടുണ്ട് രക്ഷയില്ല. പക്ഷേ ഒരു തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കൂളിങ്ങും ഉണ്ട്. എന്നാ കാരണം എന്ന് അറിയാൻ പറ്റില്ല. എന്നാലും ചെറിയ റെസ്റ്റ്. ചുമല നമുക്ക് ഇന്ന് നാഗ്പൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് നാഗ്പൂരിലേക്കുള്ള യാത്രയിൽ 148 കിലോമീറ്റർ ഉണ്ട് മൊത്തം. അല്ലാണ്ട് പകുതിയോളം ഓടിക്കഴിഞ്ഞു. ബാക്കി ഇന്ന് പകുതിയോളാണ്. ഒന്ന് ഭക്ഷണം കഴിക്കാം. സമയം 2 മണി കഴിഞ്ഞു. നല്ല ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ സ്ഥലം അന്വേഷിച്ചു വന്നപ്പോൾ വൈകിട്ട് പള്ളി കണ്ടു. ആ പള്ളിയുടെ സൈഡിൽ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. നമ്മളിന്ന് ഭക്ഷണം ഉണ്ടാക്കിലേക്ക് വേണം. പിന്നെ ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം നമ്മൾ ഇപ്പോൾ തയ്യാറാണ്. അതിനുശേഷം നമ്മൾ ഭക്ഷണം വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ യാത്ര തുടരും. അപ്പോൾ ആൽസേട്ടയും കുട്ടിക്കട്ടി നിസാഗട്ടൊക്കെ ചോറുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ സംസാരിക്കാം. ആൽസേട്ടാണെങ്കിൽ ഒരു പാടമാണ്, കണ്ടെത്താത്ത വിധത്തുള്ള പാടം. പാടത്തിന് സൈഡിൽ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് നിസായിട്ട് ഒമ്പം കുക്കിങ്ങിലാണ്. നിസായിട്ട് ചോറ് വെച്ചു, പയറുപേരം വെക്കുന്നതാണ്. എന്നെ അവസ്ഥ അറിയാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ ആക്കാൻ അറിയാമെന്ന് ഓക്കെ. പയറും മീനച്ചാറും ആയിരുന്നു ഇന്ന് കഴിച്ചത്. ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനുള്ള ധൃതിയുടെ ഇടയ്ക്ക് വീഡിയോ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നാഗ്പൂരിലേക്കുള്ള യാത്രയിലാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ ആളുകളും വളരെ കുറവാണ്, അതുപോലെ തന്നെ വണ്ടികളും വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ക്ലച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമോ ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ നേരത്തെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മാക്സിമം ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴായിരിക്കും അടുത്ത ടൗൺ എത്തുക. അതുകൊണ്ട് വണ്ടിയുടെ പെട്രോൾ ടാങ്ക് 1/2 ലിറ്റർ ആകുമ്പോഴേക്കും ഏത് ടൗണിലാണോ നമ്മൾ എത്തുന്നത് ആ സമയത്ത് നമ്മൾ മാക്സിമം പെട്രോൾ ഫില്ല് ചെയ്ത് വയ്ക്കും. അതായിരിക്കും നമ്മുടെ യാത്ര സേഫ്റ്റിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നാഗ്പൂർ എത്താറായപ്പോഴേക്കും നമ്മൾ വണ്ടി നിർത്തി ഒരു ചായ കുടിക്കാനായിട്ട്. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ചായ ഒന്നുമില്ല. അവർ മൊത്തത്തിൽ ഒരു ചായ എടുക്കും. ആ ചായ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ചായയായിരിക്കും. ഗൈസ്, നൈറ്റ് ആയപ്പോഴേക്കും നാഗ്പൂർ എത്തി. ഇവിടെ ഒരു ഡോർമെട്രിയാണ് എടുത്തിട്ടുള്ളത്. ഡോർമെട്രിയുടെ വീഡിയോയും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഇൻ ഫ്യൂച്ചർ നോർത്ത് ഇന്ത്യയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും അതുപോലുള്ള വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും